പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീ ആളിക്കത്തുമ്പോൾ മറുവശത്ത് കിഴക്കൻ ഏഷ്യയിലും വീണ്ടും അപകടമണികൾ മുഴങ്ങുകയാണ്. അതിനിടെ കഴിഞ്ഞ 2 മാസമായി പൊതുവേദികളിലോ ഔദ്യോഗിക ചിത്രങ്ങളിലോ പ്രത്യക്ഷപ്പെടാത്ത ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എവിടെയെന്ന ചോദ്യമാണ് ലോകമെമ്പാടും ഉയർന്നത്. അസുഖബാധിതനായോ അധികാരത്തിന്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് മാറിയോ എന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങളും പ്രചരിച്ചു. എന്നാൽ കിം എവിടെയും പോയിട്ടില്ലെന്നും ഉത്തര കൊറിയയുടെ സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ പതിവ് പോലെ തുടരുകയാണെന്നതിനുള്ള ഏറ്റവും പുതിയ തെളിവായാണ് ഇപ്പോൾ ജപ്പാൻ കടലിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തെ ലോകം കാണുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും വർഷത്തിലെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസത്തിന് അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നത്. ഇത് വെറും ആയുധ പരീക്ഷണമല്ല, മറിച്ച് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ വീണ്ടും ചൂട് പിടിപ്പിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കൊപ്പം കിഴക്കൻ ഏഷ്യയിലും പുതിയ പ്രതിസന്ധിയുടെ സൂചനകൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ വിയോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 12 പുലർച്ചെ പ്രാദേശിക സമയം രാവിലെ 6 മണിയോടെയാണ് ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരപ്രദേശമായ വോൺസാനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചത്. ഏകദേശം 700 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച ശേഷം അത് ജപ്പാൻ കടലിൽ പതിച്ചതായി ദക്ഷിണ കൊറിയ അറിയിച്ചു. ജപ്പാനും ഈ വിക്ഷേപണം സ്ഥിരീകരിച്ച് അത് സംശയിക്കപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് വ്യക്തമാക്കി. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഉടൻ ജാഗ്രതയിലാവുകയും സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ പരീക്ഷണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിന്റെ സമയമാണ്. ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കുന്ന ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന 11 ദിവസത്തെ അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഉത്തര കൊറിയൻ മിസൈൽ വിക്ഷേപിച്ചത്. ഏകദേശം 18,000 ദക്ഷിണ കൊറിയൻ സൈനികരും ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരിക്കുന്ന 28,500 അമേരിക്കൻ സൈനികരും പങ്കെടുക്കുന്ന ഈ അഭ്യാസം ഉത്തര കൊറിയയിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് സംഘടിപ്പിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി ഈ അഭ്യാസത്തെ അധിനിവേശത്തിനുള്ള പരിശീലനം എന്നാണ് ഉത്തര കൊറിയ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സൈനിക അഭ്യാസം പ്രഖ്യാപിക്കുമ്പോഴോ ആരംഭിക്കുമ്പോഴോ അതിന് മറുപടിയായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഉത്തര കൊറിയയുടെ പതിവ് തന്ത്രമാണ്. ഇത്തവണയും അതേ മാതൃകയാണ് ആവർത്തിച്ചതെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ക്യുങ്ന സർവകലാശാലയിലെ ഉത്തര കൊറിയൻ പഠന വിദഗ്ധൻ ലൂ യുൾ ചുൾ പറയുന്നത്, അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പ്രതികരണമില്ലാതെ കടന്നുപോകാൻ ഉത്തര കൊറിയ ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളോ മറ്റ് പ്രകോപനപരമായ നടപടികളോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുമാണ്. മിസൈൽ വിക്ഷേപണത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉത്തര കൊറിയയുടെ നടപടി കൊറിയൻ ഉപദ്വീപിലെയും കിഴക്കൻ ഏഷ്യയിലെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കുമെതിരായ ഗുരുതര പ്രകോപനമാണെന്ന് ദക്ഷിണ കൊറിയ ആരോപിച്ചു. അതേസമയം ജപ്പാൻ പ്രതിരോധ മന്ത്രി ഈ വിക്ഷേപണം പ്രാദേശിക സമാധാനത്തിനും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിശേഷിപ്പിക്കുകയും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഉത്തര കൊറിയക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചതായും വ്യക്തമാക്കി. ഈ സംഭവത്തിന് പിന്നിൽ വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലവുമുണ്ട്. ഉത്തര കൊറിയ തുടർച്ചയായി ആണവായുധങ്ങളും ദീർഘദൂര മിസൈൽ പദ്ധതികളും വികസിപ്പിക്കുമ്പോൾ അതിന് മറുപടിയായി അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുകയാണ്. ജപ്പാൻ സമീപ വർഷങ്ങളിൽ പ്രതിരോധ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും സൈനികവൽക്കരണത്തിലേക്കുള്ള നീക്കം എന്നാണ് ഉത്തര കൊറിയ വിമർശിക്കുന്നത്. മറുവശത്ത് ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ അനിവാര്യമാക്കുന്നതെന്നാണ് ജപ്പാന്റെയും അമേരിക്കയുടെയും നിലപാട്. ഈ വർഷത്തെ ഉൾച്ചി ഫ്രീഡം ഷീൽഡ് അഭ്യാസത്തിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്ന ഉത്തര കൊറിയൻ സൈനികർ യുദ്ധഭൂമിയിൽ നിന്ന് നേടിയ അനുഭവങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളും കണക്കിലെടുത്താണ് ഇത്തവണത്തെ പരിശീലന പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സംയുക്ത സേനാ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനിക യുദ്ധ രീതികൾ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ പ്രതിരോധം, സൈബർ സുരക്ഷ എന്നിവയും ഇത്തവണത്തെ പരിശീലനത്തിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ഈ പുതിയ മിസൈൽ പരീക്ഷണം ഒരു സാധാരണ സൈനിക നീക്കം എന്നതിലുപരി ലോകശക്തികൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന മത്സരത്തിന്റെയും ശക്തി പ്രകടനത്തിന്റെയും മറ്റൊരു സൂചന കൂടിയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീ ഇപ്പോഴും കെടുത്താനാകാതെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോൾ കിഴക്കൻ ഏഷ്യയും വീണ്ടും ആഗോള സുരക്ഷാ ആശങ്കയുടെ കേന്ദ്രമായി മാറുകയാണ്. എന്തായാലും കിമ്മിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അമേരിക്കയും സഖ്യ രാജ്യങ്ങളും എങ്ങനെ പ്രതികരിക്കും? നയതന്ത്രം വീണ്ടും ഇടം പിടിക്കുമോ അതോ ശക്തി പ്രകടനങ്ങൾ കൂടുതൽ കടുപ്പമാകുമോ എന്ന ചോദ്യങ്ങളാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.